കുവൈറ്റിലെ വഫറയിൽ കൊടും മരുഭൂമിക്ക് നടുവിൽ ഒരു നല്ല കൃഷിയിടമുണ്ട്. മരുഭൂമിയിൽ വളരാൻ ബുദ്ധിമുട്ടുള്ള നിരവധി ചെടികൾ ഇവിടെ സമൃദ്ധമായി വളരുന്നു. വഫറയിലെ കൃഷിയിടത്തിലേക്കാണ് ഇനി ഗൾഫ് ഇൻസൈറ്റ് പോകുന്നത്. കുവൈറ്റ് സിറ്റിയിൽ നിന്നും 100 കിലോമീറ്റർ അകലെയുള്ള വഫറ എന്ന വിജനമായ മരുപ്രദേശം ആരെയും അമ്പരിപ്പിക്കുന്ന കൃഷിയിടമാണ്. 75,000 ചതുരശ്ര അടി ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്ന ഈ കൃഷിയിടത്തിൽ ലോകത്തിലെ വൈവിധ്യങ്ങളായ പഴവർഗ്ഗങ്ങളാണ് കൃഷി ചെയ്യുന്നത്. മരുഭൂമിയിലെ കാലാവസ്ഥയ്ക്ക് ഒട്ടും അനുയോജ്യമല്ലാത്ത വിവിധ ഇനം ചെടികൾ ഇവിടെ സമൃദ്ധമായി വളരുന്നു. നാസർ അൽ അസ്മി എന്ന യുവാവിന്റെ കഠിനാധ്വാനമാണ് ഈ പച്ചപ്പ്. പിതാവിന്റെ പാത പിന്തുടർന്ന് 5 വർഷം മുൻപാണ് നാസർ അൽ അസ്മി കൃഷിയിടത്തിലേക്ക് തിരിയുന്നത്. ആദ്യഘട്ടത്തിൽ വാഴ, മുന്തിരി, നാരങ്ങ, തണ്ണിമത്തൻ തുടങ്ങിയ പഴവർഗ്ഗങ്ങൾ ആയിരുന്നു കൃഷി ചെയ്തത്. കന്നിക്കൃഷി വിജയിച്ചതോടെ മരുഭൂമിക്ക് അന്യമായ വിത്തുകൾ മുളപ്പിച്ച് കാർഷിക പരീക്ഷണങ്ങൾക്ക് തുടക്കം കുറിച്ചു. ചക്ക, കിവി, ആപ്പിൾ, പേരയ്ക്ക, സപ്പോട്ട, ഉറുമാമ്പഴം, ചെറി, ബദാം തുടങ്ങിയ 50ഓളം പഴവർഗ്ഗ ചെടികൾ പിന്നീട് നാസറിന്റെ കൃഷിയിടത്തിൽ സ്ഥാനം പിടിച്ചു. തണുപ്പ് പ്രദേശങ്ങളിൽ മാത്രം വളരുന്ന ബുഖൂർ, കുങ്കുമം തുടങ്ങിയ ചെടികൾ 55 ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ തഴച്ചു വളരുന്നുണ്ട് ഇവിടെ. ഗൾഫ് നാടുകളിൽ വളരെ അപൂർവമായി മാത്രമാണ് ബുഖൂർ കൃഷി ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം ഏലത്തൈകളും മരുഭൂമിയിൽ സുഗന്ധം പരത്തുന്നു. എല്ലാ ദിവസവും നേരം പുലരുമ്പോൾ തന്നെ തോട്ടത്തിലെത്തും നാസർ അൽ ആസ്മി. മാരകമായ രാസപദാർത്ഥങ്ങൾ അടങ്ങിയ കീടനാശിനികൾക്ക് തന്റെ കൃഷിയിടത്തിൽ സ്ഥാനമില്ലെന്ന് തറപ്പിച്ചു പറയുന്നു മണ്ണിനെ സ്നേഹിക്കുന്ന ഈ കർഷകൻ. ജൈവവളങ്ങൾ മാത്രമേ കൃഷിയിടത്തിൽ ഉപയോഗിക്കാറുള്ളൂ. الأدوية بخصوص الدود نحاول نستعمل الأدوية العضوية مثل نستخدم في معظ المبيدات العضوية من شجرة النيم. രാസവളമോ കീടനാശിനിയോ ഉപയോഗിക്കാതെ തന്നെ മികച്ച വിളവ് കിട്ടും എന്ന് നാസർ തെളിയിച്ചു കഴിഞ്ഞു. നാസറിന്റെ തോട്ടത്തിൽ വിരിയുന്ന ഓരോ മത്തങ്ങയ്ക്കും 60 കിലോഗ്രാം തൂക്കമുണ്ട്. വിളവെടുക്കുന്ന പഴവർഗ്ഗങ്ങൾ വിൽപ്പന നടത്താൻ നാസറിന് താല്പര്യമില്ല. തന്റെ തോട്ടത്തിൽ വിരിയുന്ന പഴവർഗ്ഗങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും സന്ദർശകർക്കും സമ്മാനമായി നൽകുകയാണ് പതിവ്. നാസർ അൽ ആസ്മിയുടെ കാർഷിക മികവിന് ഇതിനോടകം നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചു കഴിഞ്ഞു. സൗദി അറേബ്യയിലെ കിങ് അബ്ദുൾ അസീസ് യൂണിവേഴ്സിറ്റി, ഖാസിം യൂണിവേഴ്സിറ്റി തുടങ്ങിയ നിരവധി സർവകലാശാലകളിലെ കൃഷിശാസ്ത്രജ്ഞരും ഗവേഷണ വിദ്യാർത്ഥികളും നാസർ അൽ ആസ്മിയുടെ കൃഷിരീതികളെക്കുറിച്ച് പഠിക്കാനായി ഇവിടെ എത്താറുണ്ട്. എണ്ണപ്പണത്തിന്റെ സുഖലോലുപതയിൽ അഭിരമിച്ചു നടക്കുന്ന ഒരു ജനതയ്ക്കിടയിൽ തീർത്തും വ്യത്യസ്തമായ വഴിയിലൂടെ സഞ്ചരിച്ച് മരുഭൂമിയെ ഇനിയും കൂടുതൽ ഹരിതാഭമാക്കാനുള്ള ശ്രമത്തിലാണ് ഇദ്ദേഹം. അറേബ്യൻ നാടുകളിലെ വാർത്തകളും പുതിയ കാഴ്ചകളുമായി ഗൾഫ് ഇൻസൈറ്റ് ഇനി അടുത്തയാഴ്ച. നമസ്കാരം. ഓണാശംസകളോടെ ചുങ്കത്ത് ജ്വല്ലറി, എറണാകുളം, കൊല്ലം, തൃശൂർ, അങ്കമാലി, ചാലക്കുടി, കരുനാഗപ്പള്ളി, ദുബായ്.